കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. നിലവിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. 2024 ഡിസംബർ 11 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റത്. ഡിസംബർ 11 സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റത്. അദ്ദേഹം എത്രാമത്തെയാണ്? 26. എന്നാൽ 25 ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു 25ാമത്തെ RBI ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്ഷൻ 8(1)(a) ആണ് ഗവർണറുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 8(1)(a) 1934 ആക്ട് പ്രകാരം. ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണർമാർ, 2 ഫിനാൻസ് മന്ത്രാലയ പ്രതിനിധികൾ, സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 10 ഡയറക്ടർമാർ, 4 പ്രാദേശിക ബോർഡുകളിൽ നിന്നുള്ള ഡയറക്ടർമാർ എന്നിങ്ങനെ 21 അംഗങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ സെൻട്രൽ ബോർഡിലുള്ളത്. 2025 ഏപ്രിൽ 2 RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിതയാണ് ഡോക്ടർ പൂനം ഗുപ്ത. 2024 ഏപ്രിൽ 2 RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിതയാരാണ്? ഡോക്ടർ പൂനം ഗുപ്ത. ഡെപ്യൂട്ടി ഗവർണറാകുന്ന 4ാമത്തെ വനിതയാണ് പൂനം ഗുപ്ത. KJ ഉദേശിയാണ് RBI ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. KJ ഉദേശി. തന്നിരിക്കുന്നവയിൽ 97ാമത്തെ ഓസ്കാറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. മികച്ച ചിത്രം അനോറ എന്ന് തന്നിരിക്കുന്നു. അനോറയ്ക്ക് ആകെ 6 പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് മികച്ച നടൻ കിലിയൻ മാർഫി എന്നും മികച്ച സംവിധായകൻ സീൻ ബേക്കർ എന്നും തന്നിരിക്കുന്നു. നമുക്കിതിൻ്റെ ആൻസർ 1ഉം 4ഉം ശരിയാണ്. ഇതിൽ ഒന്നാമത്തേതെന്ന് അപ്പോൾ 97ാമത്തെ ഓസ്കാർ കിട്ടിയത് അതിലെ മികച്ച ചിത്രം അനോറയ്ക്കാണ്. അപ്പോൾ 97ാമത് ഓസ്കാർ കിട്ടിയ മികച്ച ചിത്രം അനോറ. പിന്നെ 4ാമത്തെ ഓപ്ഷനാണ് ശരി. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മികച്ച സംവിധായകൻ സീൻ ബേക്കർ. അതാണ് ഇതിൻ്റെ ആൻസർ. ന്യൂയോർക്ക് നഗരത്തിലെ ലൈംഗിക തൊഴിലാളിയായ അനോറയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് അനോറ. അനോറയ്ക്ക് ആകെ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അനോറയ്ക്ക് എത്രയാണ്? 5 പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, എഡിറ്റിംഗ് എന്നിവയാണ് അനോറയ്ക്ക് പുരസ്കാരം ലഭിച്ച മേഖലകൾ. അപ്പോൾ മികച്ച നടനും മികച്ച നടി, മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, പിന്നെ എഡിറ്റിംഗ് എന്നിവയ്ക്ക് കിട്ടി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ അഡ്രിയാൻ ബോഡി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ബോഡിയുടെ 2ാമത്തെ ഓസ്കാറാണിത്. അപ്പം മികച്ച നടന് കിട്ടിയത് ഏതാണ്? മികച്ച നടന് കിട്ടിയത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെയാണ്. അത് മികച്ച നടൻ ആരാണ്? ബോഡിയുടെ പുരസ്കാരം 2ാമത്തെ ഓസ്കാറും ആണിത്. ബോർഡി. ഇതിൽ മിക്കി മാഡിസൺ ആണ് മികച്ച നടി എന്ന് പറയുന്നത്. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമാണ് ബ്ലെസ്സി സംവിധാനം നിർവഹിച്ച ആടുജീവിതം. അപ്പോൾ ഏതാണ്? 97ാമത് ഓസ്കാർ പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണ്? ആടുജീവിതം. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് സന്തോഷ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് സന്തോഷ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരൺ റാവുവിൻ്റെ ലാപത്ത ലേഡീസ് ആണ്. 1929 മുതലാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1929 മുതലാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. അടുത്തത് 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണെന്നാണ്. JCB പുരസ്കാരം 2025 നിർത്തലാക്കി. JCB പുരസ്കാരത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ തുകയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം JCB പ്രൈസ് എന്ത് ചെയ്തു? ലിറ്ററേച്ചറിനാണ് കൊടുത്തിരുന്നത്. അത് 2025 നിർത്തലാക്കിയെന്ന് ഓർക്കുക. JCB പുരസ്കാരം 2025 നിർത്തലാക്കി. 25 ലക്ഷം രൂപയായിരുന്നു. ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് കൃതികൾക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾക്കാണ് JCB പുരസ്കാരം നൽകിയത്. അപ്പോൾ എങ്ങനെയാണ്? ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് കൃതികളെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾക്കാണ്. അപ്പോൾ ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾക്കാണ് JCB പുരസ്കാരം നൽകിയിരുന്നത്. 25 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ നൽകിയിരുന്നത്. പുരസ്കാരം തർജ്ജമ ചെയ്ത പുസ്തകങ്ങളുടെ വിവർത്തകർക്ക് 10 ലക്ഷം രൂപയും ലഭിച്ചിരുന്നു. 2024 ഉപമന്യു ചാറ്റർജിയുടെ ലൊറൈൻ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കായിരുന്നു അവസാന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ഉപമന്യു ചാറ്റർജിയുടെ
ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കായിരുന്നു അവസാന പുരസ്കാരം ലഭിച്ചത്. 2018 ആദ്യമായി ജെസി പുരസ്കാരം നൽകാൻ ആരംഭിച്ചത്. 2025 നിർത്തലാക്കി. 2018 തുടങ്ങി 2025 നിർത്തലാക്കി. 2018 ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിൻ്റെ വിവർത്തനത്തിനാണ് പ്രാഥമിക പുരസ്കാരം ലഭിച്ചത്. ഷഹനാസ് ഹബീബാണ് ജാസ്മിൻ ഡേയ്സ് എന്ന പേരിലുള്ള ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. 2020 എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മസ്റ്റാഷിനാണ് പുരസ്കാരം ലഭിച്ചത്. ജയശ്രീ കളത്തിൽ ആയിരുന്നു ഇംഗ്ലീഷ് പരിഭാഷ. 2021 എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ, ഡൽഹി എ സോളിലോക്കി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇ വി ഫാത്തിമയും കെ നന്ദകുമാറും ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചത്. 3 തവണയാണ് മലയാള കൃതികളുടെ പരിഭാഷകൾക്ക് പുരസ്കാരം ലഭിച്ചത്. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. 2025 ഏപ്രിൽ 25-നാണ്. കസ്തൂരിരംഗൻ എന്നാണ് മരിച്ചത്. 2025 ഏപ്രിൽ 25-ന്. പഠിക്കാൻ എളുപ്പമാണ്. 2025 പിന്നെ ഏപ്രിൽ ഓർത്താൽ മതി. 25. 1994 മുതൽ 2003 വരെ ISROയുടെ 5ാമത്തെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച ആളായിരുന്നു കസ്തൂരിരംഗൻ. 2003-2009 കാലത്ത് രാജ്യസഭാ അംഗമായിരുന്നു. ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. ബാംഗ്ലൂരുവിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1982 പത്മശ്രീയും 1992 പത്മഭൂഷണം 2000 പത്മവിഭൂഷണം ലഭിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനായിരുന്നു കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ NEP 2020 രൂപീകരണത്തിനും കാരണമായത് കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ്. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജൂൺ 25 ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ആചരിച്ചത് 50ാം വാർഷികമായിരുന്നു. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്രാം വാർഷികമാണ്? 2025 ജൂൺ 25-ന് 50ാം വാർഷികമായിരുന്നു. 1975 ജൂൺ 25-ന് പ്രഖ്യാപിച്ച ആദ്യത്തെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് 2025 ആചരിച്ചത്. ഇന്ത്യയിൽ പ്രഖ്യാപിച്ച 3ാമത്തെ അടിയന്തരാവസ്ഥയുമായിരുന്നു ഇത്. ഭരണഘടനാ അനുച്ഛേദം 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദാണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു ഈ സമയം പ്രധാനമന്ത്രി ആയിരുന്നത്. ഫഖ്റുദ്ദീൻ അലി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ.